ഇനി നമുക്ക് എൻ്റെ യാത്ര സെഗ്മെൻറ്റിലേക്ക് പോകാം അല്ലേ. നിരവധി രാജ്യങ്ങളിലെ വിശേഷങ്ങൾ, നിരവധി സംസ്കാരം ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ സെഗ്മെൻറ്റിലൂടെ. ഇത്തവണ എവിടെയാണ്? ജഡായുപ്പാറ, കൊല്ലത്തെ. അതെ, കൊല്ലം ജില്ലയിലെ ചടയമംഗലത്തുള്ള ജഡായുപ്പാറയാണ്. കുറച്ചുനാൾ മുന്നെയാണ് ഇതെല്ലാം നവീകരിച്ച് അല്ലെ ഉദ്ഘാടനം ചെയ്തതല്ല. മനീഷ് മാധവൻ അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കും. ഇന്ന് ഞാൻ കൊല്ലം ജില്ലയിലെ ചടയമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ജഡായു പാറയിലാണ് നിൽക്കുന്നത്. ജഡായു എർത്ത് സെൻറ്റർ എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പം ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ലോകത്തെ തന്നെ ഏറ്റവും വലിയ പക്ഷിശില്പം എന്നാണ് ഈ ഒരു ശില്പത്തെ അറിയപ്പെടുന്നത്. ഇവിടെ വരുന്നവർക്ക് ഇതിൽ എൻട്രൻസ് ഫീസ് എന്ന് പറഞ്ഞാൽ 450 രൂപയാണ്. അപ്പം വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഓൺലൈനിൽ മാത്രമേ ഇത് ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കാൻ പറ്റത്തില്ല. ഇൻ കേസ് നിങ്ങൾ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിന് പുറത്ത് തന്നെ കുറച്ച് ഓൺലൈൻ ബുക്ക് ചെയ്യുന്ന സെൻറ്റേഴ്സ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് പോകാവുന്നതാണ്. അപ്പം കൂടുതൽ കാഴ്ചകളോട്ട് കിടക്കാം. ടിക്കറ്റ് ചെക്കിങ്ങിൻ്റെ കൂടെ നമ്മളെ കയ്യിൽ അതൊരു ബാൻഡ് കെട്ടിത്തരും. ഈ ബാൻഡ് എന്തിനാണെന്ന് വെച്ചാൽ ഇതൊരു GPS ആണ്. ഇതുവഴി നമ്മൾ ട്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ മേളിൽ എവിടെയെങ്കിലും പെട്ടുപോയാലും നമ്മൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ബാൻഡ് നമ്മളെ കയ്യിൽ കെട്ടിത്തരുന്നത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമ്മൾ റോപ്പ് കാറിലാണ് മേപ്പോട്ട് പോകുന്നത്. ഓക്കെ, എനിവേ നമുക്കിനി റോപ്പ് കാറിൽ മേപ്പോട്ട് പോകാം. അങ്ങനെ ജഡായു റോക്കിൻ്റെ മുകളിലെത്തി. എൻ്റെ പിന്നിൽ കാണുന്നതാണ് ജഡായു പക്ഷിശില്പം എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ പണി കഴിപ്പിച്ചിരിക്കുന്നത് രാജീവ് അഞ്ചൽ ഡയറക്ടറാണ്. ഇത് പൂർണ്ണമായും കോൺക്രീറ്റ് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 100 കോടി രൂപയോളം ചെലവഴിച്ചാണ് ഇത് സ്ഥാപിതമാക്കിയിട്ടുള്ളത്. മാത്രമല്ല ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് രാമായണത്തിൽ സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് ജഡായു എന്ന പക്ഷിയാണ് രക്ഷിക്കാൻ വരികയും തുടർന്നുണ്ടാകുന്ന യുദ്ധത്തിൽ ജഡായു ചിറകറ്റ് വീഴുന്നത് ഈ ഒരു പാറയുടെ മുകളിലാണ് എന്നാണ് ഐതിഹ്യം. വെറുമൊരു പക്ഷിശില്പത്തിനേക്കാൾ ഉപരി ഇവിടെ ധാരാളം ആക്ടിവിറ്റീസും ഉണ്ട്. ഇതിനകത്തായിട്ടാണ് ഇപ്പോൾ ഒരു 60 തിയേറ്റേഴ്സിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുടൻ തന്നെ തീരുമെന്നാണ് അറിയാൻ സാധിച്ചത്. അതുപോലെ ഇവിടെ നമ്മൾ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട്. അതുപോലെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് താല്പര്യമുള്ളവർക്ക് വേണ്ടിയുള്ള കുറച്ച് അഡ്വഞ്ചർ റൈഡും കാര്യങ്ങളൊക്കെ അത് താഴെയാണ്. അതിന് നമ്മൾ വേറെ ടിക്കറ്റ് എടുക്കേണ്ടി വരും. ഇത് ജസ്റ്റ് എൻട്രി ഫീസ് മാത്രമാണ് നമ്മൾ 500 കൊടുക്കുന്നത്. റോപ്പ് കാറിനും കൂടെ ചേർത്താണ് ഈ 500 കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇനി 60 തിയേറ്ററും കാര്യങ്ങളിലൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഇനി 60 തിയേറ്റർ വരുന്നുണ്ട്. സോ എല്ലാവരും ജസ്റ്റ് ഒന്ന് വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു ജഡായു റോക്ക് എന്ന് പറയുന്നത്.